ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ വാല്യുവേഷൻ ഓഫ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ക്ലാസ് ആണെന്ന്, പാർട്ട് 5 ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ ഓഫ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസിൽ വാല്യുവേഷനിൽ നമ്മൾ 3 മെത്തേഡ്സ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ മെത്തേഡ് ഡിവിഡൻറ്റ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. അതിൽ ഡിവിഡൻറ്റ് ക്യാപിറ്റലൈസേഷൻ മോഡലിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. ഗ്രോത്ത് ഇല്ലാത്ത കേസുകൾ, ഗ്രോത്ത് ഉള്ള കേസുകൾ, മൾട്ടിപ്പിൾ ഗ്രോത്ത് ഉള്ള കേസുകൾ, അതിൽ തന്നെ പിന്നെ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ഉള്ള കേസുകൾ, അങ്ങനെ അതിൽ 1 ഇയർ, പിന്നെ മൾട്ടിപ്പിൾ ഇയേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ മോഡലാണ് PE റേഷ്യോ മെത്തേഡ്. ഓക്കെ, ഡിവിഡൻറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തെ മെത്തേഡ് PE റേഷ്യോ മെത്തേഡ്. നോക്കുക, PE റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏണിംഗ് റേഷ്യോ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പ്രൈസ് ഏണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ, MPS. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, അപ്പോൾ MPS ഡിവൈഡഡ് ബൈ EPS, ഏർണിങ്സ് പെർ ഷെയർ. MPS ഡിവൈഡഡ് ബൈ EPS. ഇത് ചെയ്താൽ കിട്ടുന്ന റേഷ്യോക്കാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഈ റേഷ്യോ റിഫ്ലക്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് ഈ റേഷ്യോ കാണിക്കുന്നത്? ഈ റേഷ്യോയിൽ കാണിക്കുന്നത് നമ്മളുടെ 1 രൂപ ഏർണിങ്സ് പെർ ഷെയർ ഉണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഉണ്ടാവും എന്നുള്ളതാണ്. 1 രൂപ ഏർണിങ്സ് പെർ ഷെയർ ഉണ്ടെങ്കിൽ എത്ര രൂപ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഉണ്ട് എന്നുള്ളതാണ് ഈ റേഷ്യോ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള അവരുടെ നെറ്റ് പ്രോഫിറ്റ്, എല്ലാ എക്സ്പെൻസുകളൊക്കെ കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഒരു ഷെയറിന് എത്രയാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയറിന് എത്രയാണ് ഏർണിങ്സ് ഉള്ളതെന്ന് കിട്ടും. അതിനാണ് നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ 1 രൂപയാണ്. ഒരു ഷെയറിന് നമുക്ക് കമ്പനിയിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത് 1 റുപ്യാണ്. ഓക്കെ, ആ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസും 1 റുപ്യാണെങ്കിൽ, മാർക്കറ്റ് പ്രൈസും ഷെയറിന് 1 റുപ്യാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 1 രൂപ, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/1 = 1 എന്ന് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കമ്പനി ഒരു ഷെയറിന് കമ്പനിക്ക് 1 രൂപ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ എന്തുണ്ടാവും? കമ്പനീൻ്റെ മാർക്കറ്റ് പ്രൈസും ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസും 1 രൂപയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 1 രൂപ ഏർണിങ്സ് പെർ ഷെയറിന് 1 രൂപ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വില കിട്ടുന്നുണ്ട് എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? ഇനി EPS 2 രൂപയാണെന്ന് കൂട്ടിക്കോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും 2 രൂപയാണെങ്കിലും ഇപ്പോൾ ദയ പറഞ്ഞ പോലെ തന്നെയാണ്. അതെന്തായിരിക്കും? PE റേഷ്യോ 1 ആയിരിക്കും. അതിൻ്റെ അർത്ഥം തന്നെയാണ് 1 രൂപ മാർക്കറ്റിൽ ഏർണിങ്സ് 1 രൂപ ഒരു ഷെയറിന് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ എന്തായിരിക്കും? 1 രൂപയാണ് ഷെയറിൻ്റെ വില. അപ്പോൾ അത് 2 റുപ്യ ആകുമ്പോൾ 2 റുപ്യ ആവും. 2 റുപ്യ ഏർണിങ്സ് ഉണ്ടാകുമ്പോൾ 2 റുപ്യ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. 3 റുപ്യ ഏർണിങ്സ് ആകുമ്പോൾ 3 റുപ്യ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. അതാണ് ആ എക്സാമ്പിൾ ഉള്ളത്. ഇനി നേരെ തിരിച്ചാലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് വേറൊരു എക്സാമ്പിൾ ആലോചിച്ച് നോക്ക്. EPS ഒരു ഷെയറിന് കമ്പനി ഏൺ ചെയ്യുന്നത് 10 രൂപയാണ്. മാർക്കറ്റ് പ്രൈസ് ഷെയറിന് 20 രൂപയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ PE റേഷ്യോ വിൽ ബി 2. 20 ഡിവൈഡഡ് ബൈ 10 = 2. അതിൻ്റെ അർത്ഥം എന്താ? ഏർണിങ്സ് പെർ ഷെയർ 1 രൂപ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്തായിരിക്കും? 2 രൂപ ഉണ്ടാവും. ഏർണിങ്സിൻ്റെ ഇരട്ടി മാർക്കറ്റിൽ നമുക്ക് എന്ത് കിട്ടും? വില കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതേ എക്സാമ്പിൾ റിവേഴ്സിൽ ആലോചിച്ച് നോക്ക്. ഏർണിങ്സ് പെർ ഷെയർ 20 റുപ്പീസ്, മാർക്കറ്റ് പ്രൈസ് 10 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ PE റേഷ്യോ എന്ന് പറയുന്നത് 10/20 ആയിരിക്കും. 1/2 = 0.5. അതിൻ്റെ അർത്ഥം എന്താ? ഏർണിങ്സ് പെർ ഷെയർ കമ്പനിയിൽ ഒരു ഷെയറിൻ്റെ ഏർണിംഗ് 1 രൂപയാകുമ്പോൾ മാർക്കറ്റിൽ അത് എത്ര കിട്ടുള്ളൂ? ആ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് 50 പൈസ ആയിരിക്കും ആ സമയത്ത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ വില ഏർണിങ്സ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? അതിൻ്റെ പകുതി എന്നോണം മാർക്കറ്റ് പ്രൈസും കൂടിക്കൊണ്ടിരിക്കും.
അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പി ഇ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നോക്കുക, പി ഇ റേഷ്യോ റിഫ്ലക്ട്സ് ദ പ്രൈസ് കറൻ്റ്ലി ബീങ് പെയ്ഡ് ബൈ ദ മാർക്കറ്റ് ഫോർ ഈച്ച് റൂപ്പി ഓഫ് കറൻ്റ്ലി റിപ്പോർട്ടഡ് EPS. വായിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ് ഓൾസോ മെഷേഴ്സ് ദ പീരിയഡ് ടേക്കൺ ബൈ ദ ഏർണിങ്സ് ഓഫ് കമ്പനി ടു റിക്കൂപ്പ് ദ പർച്ചേസ് കോസ്റ്റ് സ്പെൻഡ് ബൈ ദ ഇൻവെസ്റ്റർ. നമുക്ക് അങ്ങനെയും അതിനൊരു മീനിങ് പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു ഷെയർ 20 റുപ്യ എടുത്ത് വാങ്ങി, ആ 20 റുപ്യ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റുക? മാർക്കറ്റിൽ നിന്ന് നമ്മൾ 20 റുപ്യ എടുത്തൊരു ഷെയർ വാങ്ങി, ഏർണിങ്സ് പെർ ഷെയർ ഒരു കൊല്ലത്തിൽ കമ്പനിക്ക് കിട്ടുന്നത് 10 റുപ്യയാണെങ്കിൽ നമ്മുടെ പി റേഷ്യോ എന്തായിരിക്കും? 20 ഡിവൈഡ് ബൈ 10 എന്നായിരിക്കും, ഈക്വൽ ടു 2 എന്നാണല്ലോ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഇരട്ടിയാണ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് 20 റുപ്യ എടുത്തൊരു വാങ്ങിയ ഒരു ഷെയർ, ആ 20 റുപ്യ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 2 കൊല്ലം എടുക്കും ഇല്ലേ? കാരണം ഏർണിങ്സ് 10 റുപ്യല്ലേ കിട്ടണുള്ളൂ ഒരു കൊല്ലത്തിൽ. അപ്പോൾ 2 കൊല്ലമല്ലേ എടുക്കുക. അപ്പോൾ പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയേഴ്സ് എന്നും പറയാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു റേഷ്യോ ആണ്, മാർക്കറ്റ് പ്രൈസും ഏർണിങ്സ് പെർ ഷെയറും തമ്മിൽ കമ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ ആ റേഷ്യോ നോക്കിയിട്ട് എത്ര ഇരട്ടിയാണ് ഏർണിങ്സ് പെർ ഷെയറിൻ്റെ, എത്ര ഇരട്ടിയാണ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതും അങ്ങനെയും പറയാൻ പറ്റും. ഹൗ മെനി ടൈംസ് മാർക്കറ്റ് പ്രൈസ് ഷോസ് ദി ഏർണിങ്സ് പെർ ഷെയർ എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ എന്താക്കാൻ പറ്റും, ഇതിൻ്റെ മീനിങ് പറയാൻ പറ്റും. ആ 2 സെൻറ്റൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇറ്റ് മെഷേഴ്സ് ദി എമൗണ്ട് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ഈച്ച് റുപ്പി ഓഫ് ഏർണിങ്സ്. The higher the ratio, the larger the investors' confidence in the firm's future. അപ്പോൾ നമ്മളുടെ ഇതിൽ നമുക്ക് ഫേംസിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ പി ഇ റേഷ്യോ ഒരു 3 ആണെന്ന് കൂട്ടിക്കോ. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഏർണിങ്സിൻ്റെ 3 ഇരട്ടി ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ അതിന് പേ ചെയ്യാൻ തയ്യാറാണെന്ന് അർത്ഥം. 3 ഇരട്ടി കൊടുക്കാൻ തയ്യാറാണ്. ഏർണിങ്സ് പെർ ഷെയർ പിന്നെ 10 റുപ്യ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 30 റുപ്യ ആയിരിക്കും. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയറിനേക്കാളും 3 ഇരട്ടി കൊടുക്കാൻ ഇവർ തയ്യാറാണ്, ഇൻവെസ്റ്റേഴ്സ് തയ്യാറാണ്. അപ്പോൾ ആ കമ്പനീൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ നല്ല കോൺഫിഡൻ്റ് ആണ്. അതിനെ വേറെ രീതിയിലും പറയാൻ പറ്റും. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 30 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ 3 കൊല്ലം എടുക്കും, അങ്ങനെയും പറയാൻ പറ്റും. അപ്പോൾ ഈ 3 സെൻറ്റൻസും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. എന്താണ് ഈ പി ഇ റേഷ്യോ എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നോക്കുക, പി റേഷ്യോ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ആവറേജ് പി റേഷ്യോ ഓഫ് ദ ഇൻഡസ്ട്രി. അത് ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മളുടെ ടെലികോം ഇൻഡസ്ട്രി ആണെങ്കിൽ ടെലികോം കമ്പനീസിൻ്റെ മൊത്തം എടുക്കും, ഒരു ടെലികോം ഇൻഡസ്ട്രിയിലെ മൊത്തം കമ്പനീസ് കൊടുക്കും. എന്നിട്ട് എല്ലാത്തിൻ്റെയും പി റേഷ്യോ വെവ്വേറെ കാൽക്കുലേറ്റ് ചെയ്യും, എല്ലാ കമ്പനീസിൻ്റെയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏർണിങ്സ് പെർ ഷെയർ MPS ഡിവൈഡ് ബൈ EPS വെച്ചിട്ട് എല്ലാത്തിൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ പി റേഷ്യോ നമുക്ക് ഇപ്പോൾ ഒരു 10 കമ്പനി ആണെങ്കിൽ 10 കമ്പനീന് പി റേഷ്യോ കിട്ടുക, 10നെയും കൂട്ടി അതിനെ കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് പി റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രീൻ്റെ പി റേഷ്യോ അതാണെന്ന് മനസ്സിലായി. ആവറേജ് പി റേഷ്യോ ഓഫ് ദ ഇൻഡസ്ട്രി നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്താക്കും, ആ പി റേഷ്യോനെ നമ്മൾ ഏത് കമ്പനീൻ്റെ ഷെയറിൻ്റെ വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കമ്പനീൻ്റെ ഷെയർ വാല്യൂ ഉണ്ടാവുമല്ലോ, അതിൻ്റെ EPS ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഇൻഡസ്ട്രീൻ്റെ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ, ഇൻഡസ്ട്രീൻ്റെ ഓരോ കമ്പനീൻ്റെയും പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. അതാണ് ഇൻഡസ്ട്രീൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത്. ആ പി റേഷ്യോന് എന്താക്കും, നമ്മൾ ഏത് കമ്പനീൻ്റെ ഷെയർ ആണോ ഷെയർ വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ EPS വെച്ചിട്ട് ഏർണിങ്സ് പെർ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ആ കമ്പനീൻ്റെ വാല്യൂ. നമ്മൾ ഫ്യൂച്ചറിൽ അതായിരിക്കും വാല്യൂ എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വാല്യൂ ഓഫ് ദ ഷെയർ ഈക്വൽ ടു EPS ഇൻറ്റു ആവറേജ് പി റേഷ്യോ ഓഫ് ദ ഇൻഡസ്ട്രി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡിസിഷൻ എടുക്കൽ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടിയല്ലോ, ഏത് നമ്മൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് നമ്മൾ കമ്പനീൻ്റെ ഷെയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, അതിന് മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ കൂടുതൽ മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ നമ്മൾ എന്താക്കും, ആ ഷെയർ വാങ്ങും, തിരിച്ചാണെങ്കിൽ ഷെയർ വിൽക്കും, ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി 3ാമത്തെ മെത്തേഡാണ് ബുക്ക് വാല്യൂ മെത്തേഡ്. ബുക്ക് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ബുക്ക് വാല്യൂ ഓഫ് ദ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് എന്നറിയോ, നമ്മൾ ഇക്വിറ്റി ഷെയറിൻ്റെ ടോട്ടൽ അതിൻ്റെ ക്ലെയിം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ അസറ്റ് വാല്യൂ എടുക്കും, എന്നിട്ട് ടോട്ടൽ ലാബിലിറ്റി അതിൻ്റെ അകത്തുനിന്ന് എല്ലാ ലാബിലിറ്റീസും കുറക്കും. അപ്പോൾ നമ്മളൊരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ടോട്ടൽ മൂല്യം എന്താണെന്ന് മനസ്സിലാവും. അവിടെ ഏർണിങ്സ് അല്ല നമ്മൾ നോക്കുന്നത്, ബട്ട് അസറ്റ് വാല്യൂ.
ഓക്കെ, നമ്മൾ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, എല്ലാ ലാബിലിറ്റീസും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ബാലൻസ് ഉണ്ട് എന്ന് നോക്കും. ആ കമ്പനീൻ്റെ മൂല്യം എത്ര ബാലൻസ് ഉണ്ട് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതാണ് ആ കമ്പനീൻ്റെ യഥാർത്ഥ ഇക്വിറ്റി മൂല്യം എന്ന് പറയുന്നത്. അതിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടി. ഓക്കെ, ഇതാണ് കമ്പനീൻ്റെ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്. ആ ബുക്ക് വാല്യൂവിനെ നമ്മൾ എന്താക്കുക, നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുക. കാരണം ബുക്ക് വാല്യൂ ആണല്ലോ ആ കമ്പനീൻ്റെ ഒറിജിനൽ ആ ഷെയറിന് ഉണ്ടാവേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ആ ഷെയറിന് ഉണ്ടാവേണ്ട വാല്യൂ അതിൻ്റെ ബുക്ക് വാല്യൂ ആണ്. കാരണം കമ്പനീൻ്റെ അത്ര അതിന് സ്ട്രെങ്ത് ഉള്ളൂ. നമ്മൾ മൊത്തം ആ സെറ്റ് നമ്മൾ ഒക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ മൊത്തം ലാബിലിറ്റീസൊക്കെ കൊടുത്തു, നമ്മളുടെ പിന്നെ ലാബിലിറ്റീസിലുള്ള മൊത്തം കൊടുത്തു. അതിൽ ഏത് മാത്രം ബാക്കിയുണ്ടാവും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ മാത്രം ബാക്കിയുണ്ടാവും. കാരണം ഒരിത് കൊടുക്കില്ല, ബാക്കിയൊക്കെ കൊടുക്കും. നമ്മളുടെ ഡെറ്റ് വീട്ടും, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുത്തു വീട്ടും. പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് സൈഡിലുള്ള നമ്മുടെ ലാബിലിറ്റി സൈഡിലുള്ള കറണ്ട് ലാബിലിറ്റീസ് ഉണ്ടല്ലോ ഒക്കെ കൊടുക്കും. ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് വീട്ടിയിട്ട് എത്ര പൈസയാണോ നമുക്ക് ടോട്ടൽ അവൈലബിൾ ഉള്ളത്, എന്താണോ അതിൻ്റെ മൂല്യം അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഷെയറിന് എന്ത് യഥാർത്ഥത്തിൽ മൂല്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യും. മൂല്യം കൂടുതലും മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാതിരിക്കാം, തിരിച്ച് വിൽക്കുക ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതാണെന്ത് ബുക്ക് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വാല്യുവേഷൻ ഓഫ് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റിയിൽ നമ്മൾ 3 മെത്തേഡ്സാണ് പഠിച്ചത്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ പി റേഷ്യോ മെത്തേഡ്, അതുപോലെ ബുക്ക് വാല്യൂ മെത്തേഡ്. അതിൽ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ നമുക്ക് 3 സിറ്റുവേഷൻസ് വേറുണ്ട്. നോ ഗ്രോത്ത് മോഡൽ, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ, അതുപോലെ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. നോ ഗ്രോത്ത് മോഡലിൽ തന്നെ ചിലപ്പോൾ 1 ഇയർ മൾട്ടിപ്പിൾ ഇയേഴ്സൊക്കെ വരാം. കോൺസ്റ്റൻറ്റ് ഗ്രോത്തിൽ അങ്ങനെ മൾട്ടിപ്പിൾ ഇയേഴ്സ് സാധാരണ ഉണ്ടാവുള്ളൂ. കാരണം എന്നാലും ഗ്രോത്തിനെ കുറിച്ചൊരു മീനിങ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കുക. ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ചെയ്യുക. ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടെ ബാക്കിയുള്ളൂ. ഒരു 4-5 ക്ലാസ്സോട് കൂടി അത് തീരുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ, താങ്ക് യു.